ഫ്രണ്ട്സ്, ഇന്നും ഞാനൊരു റഷ്യൻ പൈപ്പിംഗ് നോസിൽ വെച്ചുള്ള ഒരു ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റഷ്യൻ പൈപ്പിംഗ് നോസിൽ വെച്ച്. അപ്പോൾ അതിൽ ബട്ടർ ക്രീം വെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു വിപ്പിഡ് ക്രീം വെച്ച് ചെയ്താൽ ഇതുപോലെ പെർഫെക്റ്റ് ആയി കിട്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ ഈ വിപ്പിഡ് ക്രീം വെച്ച് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി തണുത്ത വിപ്പിംഗ് ക്രീമാണ്, ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല, സാധാരണ ഫ്രിഡ്ജിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ലോ സ്പീഡിലിട്ട് പിന്നെ ഒരു ഹൈ സ്പീഡിലിട്ട് ഒരു 5-6 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്ക് നല്ല കൺസിസ്റ്റൻസി തന്നെ ഇത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഓറഞ്ച് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രോപ്പേ ഒറ്റിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്നത് മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അവിടെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചില വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ വിപ്പിഡ് ക്രീം റെഡിയായി, കളർ ചെയ്ത വിപ്പിഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളറൊന്നും ചേർക്കാത്ത കുറച്ച് വിപ്പിഡ് ക്രീം ഒരു റാപ്പിലേക്ക്, പ്ലാസ്റ്റിക് റാപ്പിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൻ്റെ സെൻറ്ററിലായി കുറച്ചും കൂടി കളർ ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഒന്നും അധികം വൃത്തികേടാകാതെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് നോസിൽ എടുക്കാം. ഞാൻ ഇന്നിവിടെ ഈ ഒരു നോസിൽ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റെഡ് വെൽവെറ്റ് കപ്പ് കേക്കാണ് ആക്കിയിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നോസിൽ വെച്ച് ഇതുപോലെ ക്രീം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതുപോലെ നമ്മൾ ഏത് ഡിസൈനാണ് എടുത്തത് ആ ഒരു ഡിസൈന് കറക്റ്റായിട്ട് ഈ വിപ്പിഡ് ക്രീം വെച്ച് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് ഈ കപ്പ് കേക്കിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് ലീഫ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ വിൽട്ടൻ്റെ 352 നോസിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതുപോലെ ലീഫ് വരച്ചു കൊടുക്കാം. വിപ്പിഡ് ക്രീമാണോ ബട്ടർ ക്രീമാണോ പെർഫെക്റ്റ് ചോദിച്ചാൽ ഞാൻ ബട്ടർ ക്രീമാണെന്ന് പറയും. എനിക്ക് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ തോന്നിയിട്ടുള്ളത് ബട്ടർ ക്രീം വെച്ചാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇതെടുത്ത് കാണിച്ചു തരാം. നമ്മുടെ പൈപ്പിംഗ് ബാഗ് വൃത്തികേടൊന്നും ആവാതെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ നോസിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മേലോട്ടേക്ക്. അപ്പോൾ അത് ഇതുപോലെ എടുക്കാൻ പറ്റും. കണ്ടോ, ഒട്ടും കച്ചറയായിട്ടില്ല, വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വേറൊരെണ്ണം വിപ്പിഡ് ക്രീം വെച്ച് വേറെ നോസിൽ വെച്ച് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും കുറേ ഡെക്കറേഷൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്.
അപ്പോൾ ഞാൻ വീണ്ടും അതൊക്കെ ആയിട്ട് വരാം. താങ്ക് യു.